ഹായ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 18. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു. ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർ 278, ബില്ലിനെ എതിർത്തവർ 211. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു. ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർ 278, ബില്ലിനെ എതിർത്തവർ 211. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റാണ് എൻ രാമചന്ദ്രൻ. മുൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ. AI ഊർജ്ജോപയോഗം കുറയ്ക്കുന്നതിനായി ഹാഫ്നിയം ഓക്സൈഡ് മെമ്മറി സെൽ വികസിപ്പിച്ചത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. AI ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് ഹാഫ്നിയം ഓക്സൈഡ് മെമ്മറി സെൽ വികസിപ്പിച്ചത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനായി മാനുഷിക സഹായമായി ഇന്ത്യയിൽ നിന്ന് 1000 മെട്രിക് ടൺ അരി സ്വീകരിച്ച രാജ്യം ബുർക്കിന ഫാസോ. ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനായി മാനുഷിക സഹായമായിട്ട് ഇന്ത്യയിൽ നിന്ന് 1000 മെട്രിക് ടൺ അരി സ്വീകരിച്ച രാജ്യം ബുർക്കിന ഫാസോ. വിഷപ്പാമ്പുകളെ തിരിച്ചറിയുന്നതിനും പൊതുസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിനായി ICP മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച രാജ്യമാണ് കോസ്റ്റാറിക്ക. വിഷപ്പാമ്പുകളെ തിരിച്ചറിയുന്നതിനും പൊതുസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിനായി ICP മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച രാജ്യം കോസ്റ്റാറിക്ക. 2026 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. 2026 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈന. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേറ്റത് ഹരിവംശ് നാരായണൻ സിംഗ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേറ്റത് HN സിംഗ്. ഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളം. ഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളം. 2026 ഏപ്രിലിൽ അന്തരിച്ച ബ്രസീൽ ജനതയുടെ പ്രിയപ്പെട്ട വിശുദ്ധ കൈ എന്നറിയപ്പെട്ടിരുന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസമാണ് ഓസ്കാർ ഷ്മിഡ്. ബ്രസീൽ ജനതയുടെ പ്രിയപ്പെട്ട വിശുദ്ധ കൈ എന്നറിയപ്പെട്ടിരുന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസം ഓസ്കാർ ഷ്മിഡ് അന്തരിച്ചു. ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ പ്രശസ്ത സ്പാനിഷ് ടെന്നീസ് താരമാണ് കാർലോസ് അൽക്കാരസ്. ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് കാർലോസ് അൽക്കാരസ്. അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കർണാടക. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിയോഫൈറ്റ് ID എന്ന AI അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചതിന് അടുത്തിടെ WWF പുരസ്കാരം ലഭിച്ച ശാസ്ത്ര ഗവേഷകനാണ് N അലീം യൂസഫ്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിയോഫൈറ്റ് ID എന്ന AI മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത്